നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ കൂടുതൽ വെട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് ഗ്രീമയുടെ കുടുംബം കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. ഇരുവരുടെയും ദാമ്പത്യത്തിൽ വില്ലനായത് അമ്മയാണെന്ന ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഗേ ആണ് എന്ന് ഗ്രീമയുടെ കുടുംബം ആരോപിക്കുന്നത്. പോലീസിന്റെ അന്വേഷണവും ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കളിൽ താല്പര്യമുള്ള ആളാണെന്ന സൂചനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ 2 വർഷം മുൻപ് ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെ വിവാഹ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായി കാണാം, ഗ്രീമ ഒരു മണവാട്ടിയെ പോലെ നാണം കുടുങ്ങിയും സന്തോഷിച്ചുമൊക്കെ നിൽക്കുമ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ, എന്നാൽ വലിയ രീതിയിൽ ഒന്നും തന്നെ ഒരു തരത്തിലും ഗ്രീമയുടെ കൈ പോലും പിടിക്കുന്ന രീതിയിലല്ല നമുക്ക് ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴേ ഈ ഒരു ഇഷ്ടക്കേട് എന്തോ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ പരസ്പരം ഒന്നും തുറന്ന് സംസാരിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അമ്മയും അച്ഛനും ഒറ്റ കുട്ടിയായതുകൊണ്ട് തന്നെ സ്നേഹം കൊടുത്തു വളർത്തുകയും ഒരുപാട് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തത് സത്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഈ ഒറ്റ കുട്ടിയുടെ വിവാഹ ജീവിതത്തിൽ അവർ ഇടപെടുകയോ അവരെ ബുദ്ധിമുട്ടിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നു. ഇടയ്ക്കൊക്കെ തന്നെ സ്നേഹമില്ലാതെ കാണിക്കുമ്പോൾ, അതായത് ഉണ്ണികൃഷ്ണൻ സ്നേഹമില്ലാതെ മനഃപൂർവ്വം എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അകറ്റി നിർത്തുമ്പോൾ അത് തുറന്നു പറയാൻ മറ്റ് സുഹൃത്തുക്കളൊന്നും തന്നെയില്ല. അതെപ്പോഴും ഗ്രീമ പങ്കുവച്ചിരുന്നത് അമ്മയോടാണ്. അതാണ് അമ്മ പിന്നീട് ഇടപെടാൻ തുടങ്ങിയത് എന്നും പലരും പറയുന്നു. ഏതായാലും ആൺകൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ആണുങ്ങൾക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനുമാണ് ഉണ്ണികൃഷ്ണൻ താല്പര്യം കാണിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതിന്റെ തെളിവുകൾ ലഭിച്ചു. 6 വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രമായിരുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് 54 ദിവസവും. തന്നോടുള്ള അവഗണനയാണ് കാരണമെന്ന് ഗ്രീമ ജീവനൊടുക്കുന്നതിന് മുൻപേ എഴുതിയ കുറിപ്പിൽ ഉണ്ടായിരുന്നു. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹം കാരണമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം തന്നെ ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇയാൾ PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചിരുമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറാക്കിയിരുന്നു. ഭാര്യ പിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും ഫോൺ വിളിക്കാൻ പോലും ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. അടുത്ത മാസം ഗ്രീമ കുടുംബത്തിലെ സ്ത്രീകൾക്കൊപ്പം തമിഴ്നാട്ടിലേക്ക് ഉല്ലാസയാത്ര പോകാൻ തയ്യാറായിരുന്നു. ഇതിനിടയിലാണ് ഈ ആത്മഹത്യ സംഭവിച്ചതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഗ്രീമയുടെ കുടുംബം പോലീസിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയത്. വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ അംഗമായതിന്റെയും അവരുമായി സൗഹൃദം സ്ഥാപിച്ചതിന്റെയും തെളിവുകളാണ് ഗ്രീമയുടെ കുടുംബം പോലീസിൽ കൈമാറിയത്. ഉണ്ണികൃഷ്ണൻ കൂടുതലും ആൺകുട്ടികൾക്ക് ഒപ്പം സമയം പങ്കിടാൻ താല്പര്യം കാണിച്ചതായി ഗ്രീമയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു. ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. 6 വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് ഒരു ദിവസം മാത്രമാണെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. ഇരുവരും ഒന്നിച്ച് ജീവിച്ചത് 25 ദിവസങ്ങൾ മാത്രമാണെന്നും പോലീസ് പറയുന്നു. ഉണ്ണികൃഷ്ണൻ അംഗമായിട്ടുള്ള ഓൺലൈൻ കൂട്ടായ്മകൾ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ 21-ന് ഗ്രീമയെയും അമ്മ സജിതയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായും ഇവർ എഴുതിയ കുറിപ്പിൽ പറയുന്നു. തങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉണ്ണികൃഷ്ണന്റെ കൈകളിൽ എത്തരുതെന്ന് ഗ്രീമ എഴുതിയ കുറിപ്പിൽ പറയുന്നു. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ ശാപം വീണതാണ് ഈ സ്വത്തുക്കൾ. ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുത്. എൻ്റെ മാമന്മാർ അനുഭവിക്കുന്നതാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും സന്തോഷം. ദയവ് ചെയ്തത് ആരും അവഗണിക്കരുത്. നിങ്ങൾ എല്ലാവരും കൂടി ദയവായി മുൻകൈയെടുത്ത് ഇത് നടപ്പാക്കണം. എൻ്റെ അവസാനത്തെ അപേക്ഷയാണ് എന്നായിരുന്നു ഗ്രീമയുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. താനും മകളും ജീവനെടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജിതയുടെ കുറിപ്പ്. 6 വർഷത്തോളം മകൾ നേരിട്ടത് കടുത്ത അവഗണനയും മാനസിക പീഡനവുമാണെന്ന് സജിത പറയുന്നു. മകൾ കെഞ്ചിക്കരങ്ങിട്ടും അവന് വേണ്ട, പിരിയാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ലതാനും അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യെന്നും മടുത്തുവെന്നും സജിത പറയുകയാണ്. മരിക്കുന്നതിന് മുൻപ് ബന്ധുക്കൾക്കും ഇവർ ഒരു സന്ദേശം അയച്ചിരുന്നു. മകളുടെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്നായിരുന്നു ഇവർ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ തെറ്റുകാരനല്ലെന്നും പ്രശ്നങ്ങൾക്ക് കാരണം ഗ്രീമയുടെ അമ്മയാണെന്നും ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളും ആരോപിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിംഗ് നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു. ഇതിനിടെയാണ് ഗേ ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ
കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഗ്രൂപ്പുകളുടെ പേര് പുറത്തു വന്നതോടെ ഉണ്ണികൃഷ്ണന് മേൽ കുരുക്ക മുറുകുകയാണ്. മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ശനിയാഴ്ച രാത്രി 10 മണിയോടെ തലസ്ഥാനത്തെത്തിച്ചു. അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടിയത്.